ഓം ശാന്തി 23/5/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് തോണിക്കാരനെ ലഭിച്ചിരിക്കുകയാണ്. ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് പോകുന്നതിനു വേണ്ടി നിങ്ങളുടെ പാദം ഇപ്പോൾ ഈ പഴയ ലോകത്തിലല്ല. നിങ്ങളുടെ നങ്കൂരം എടുത്തു കഴിഞ്ഞു. ചോദ്യം: ഇന്ദ്രജാലക്കാരനായ ബാബയുടെ അത്ഭുതകരമായ ഇന്ദ്രജാലം ഏതാണ്? അത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. ഉത്തരം: കക്കയ്ക്ക് സമാനമായ ആത്മാവിനെ വജ്രസമാനമാക്കി മാറ്റുക. പൂന്തോട്ടക്കാരനായി മാറി മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുക. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഇന്ദ്രജാലമാണ്. ഇത് ഇന്ദ്രജാലക്കാരനായ ഒരു ബാബ മാത്രമാണ് ചെയ്യുന്നത്, മറ്റാരും ചെയ്യുന്നില്ല. മനുഷ്യർ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി കേവലം ഇന്ദ്രജാലം എന്ന് പറയുന്നു. എന്നാൽ ബാബയെപ്പോലെ ഇന്ദ്രജാലം ചെയ്യാൻ സാധിക്കില്ല. ഓം ശാന്തി. മുഴുവൻ സൃഷ്ടിചക്രം അഥവാ ഡ്രാമയിൽ ബാബ ഒരു തവണ മാത്രമാണ് വരുന്നത്. മറ്റൊരു സത്സംഗത്തിലും ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ആ കഥ പറയുന്നത് ബാബയുമല്ല, അത് കുട്ടികളുമല്ല. അവിടെയാണെങ്കിൽ വാസ്തവത്തിൽ പിൻഗാമികളുമില്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുമാണ്, വിദ്യാർത്ഥികളുമാണ്, ഫോളോവേഴ്സുമാണ്. ബാബ കുട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ബാബ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും ഈ മോശമായ ലോകത്തു നിന്നും തന്റെ പവിത്രമായ ലോകത്തിൽ പോയി രാജ്യം ഭരിക്കും. ഇത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് വരണം. ഈ ശരീരത്തിനകത്ത് വസിക്കുന്ന ആത്മാവിന് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. നിങ്ങളുടെ ആത്മാവിന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. എല്ലാവരുടെയും പിതാവായ പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ്. ഇത് കേവലം നിങ്ങൾ കുട്ടികളുടെ മാത്രം ബുദ്ധിയിലാണ് ഉള്ളത്. ബാക്കി മുഴുവൻ ലോകത്തിലും എല്ലാവരും വിവേകശൂന്യരാണ്. രാവണൻ നിങ്ങളെ എല്ലാവരെയും എത്ര വിവേകശൂന്യരാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ബാബ വന്ന് നിങ്ങളെ വിവേകശാലികളാക്കി മാറ്റുകയാണ്. മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കാൻ യോഗ്യരും അത്രയും വിവേകശാലികളുമാക്കി മാറ്റുന്നു. എപ്പോഴാണോ ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്നത്, ഈ വിദ്യാർത്ഥി ജീവിതവും അപ്പോൾ ഒരു തവണ മാത്രമാണ് ഉണ്ടാവുക. നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ട്. ബാക്കി ഉത്തരവാദിത്വങ്ങളിൽ കുടുങ്ങി ഒരുപാട് പേർ ജീവിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയിൽ ഭഗവാൻ വന്ന് പഠിപ്പിക്കുകയാണെന്ന കാര്യം ഒരിക്കലും വരില്ല. അവർക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങൾ മാത്രമേ ഓർമ്മയിൽ വരികയുള്ളൂ. അതിനാൽ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ എപ്പോഴാണോ ഭഗവാൻ വന്ന് നമ്മെ പഠിപ്പിക്കുകയാണെന്ന് അറിയുന്നത്, അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കണം. ബാക്കി എല്ലാവരും നയാ പൈസ വിലയുള്ളവരാണ്. നിങ്ങളാണെങ്കിൽ ഭഗവാന്റെ കുട്ടികളായി മാറിയിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ചിലർ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു. ചിലർ പറയുന്നു, ഞങ്ങളുടെ മുരളി നടക്കുന്നില്ല. ഇങ്ങനെയാണ്. മുരളി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണോ ഭക്തിയിൽ സാധു സന്യാസിമാരോട് ഞങ്ങൾ ഈശ്വരനെ എങ്ങനെ കാണും എന്ന് ചിലർ ചോദിക്കുന്നത്, എന്നാൽ അവർക്കും അറിയില്ല. കേവലം വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കും, ഭഗവാനെ ഓർമ്മിക്കൂ, അത് മതി. സന്തോഷിക്കുന്നു. ഭഗവാൻ ആരാണ് ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. തന്റെ പിതാവിനെ ആരും അറിയുന്നില്ല. ഈ ഡ്രാമയും ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്. വീണ്ടും മറന്നുപോകുന്നു. നിങ്ങളിൽ എല്ലാവരും ബാബയെയും രചനയെയും അറിയുന്നു എന്നൊന്നുമില്ല. പലയിടങ്ങളിലും അങ്ങനെയുള്ള പെരുമാറ്റമുണ്ടാകുന്നു. കാര്യമേ പറയേണ്ട. ആ ലഹരി തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ പാദം പുതിയ ലോകത്തിലില്ലാത്തതുപോലെയാണ്. നിങ്ങൾക്കറിയാം, കലിയുഗി ലോകത്തുനിന്ന് ഇപ്പോൾ പാദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ബോട്ടിന്റെ നങ്കൂരം
എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇത് ബുദ്ധിയിലുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ബാബ തോണിക്കാരനുമാണ്, അതുപോലെ തോട്ടക്കാരനുമാണ്. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നു. അതുപോലെ മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന പൂന്തോട്ടക്കാരൻ വേറെയില്ല. ഈ ഇന്ദ്രജാലം ചെറുതല്ല. കക്കയ്ക്ക് സമാനമായ ആത്മാവിനെ വജ്ര സമാനമാക്കി മാറ്റുന്നു. ഇന്നത്തെ കാലത്ത് ഇന്ദ്രജാലക്കാർ അനേകം വന്നിരിക്കുന്നു. ഇത് ചതിയുടെ ലോകമാണ്. ബാബ സദ്ഗുരുവാണ്, സദ്ഗുരു അകാലനാണ് എന്ന് പറയാറുമുണ്ട്. വളരെ ആദരവോടെ പറയുന്നു. ഇപ്പോൾ സ്വയം പറയുന്നു, സദ്ഗുരു ഒന്നു മാത്രമാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ഈ പഴയ ലോകത്തിൽ എന്താണുള്ളത്? കുട്ടികൾ എപ്പോഴാണോ അച്ഛൻ പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയുന്നത്, അപ്പോൾ പുതിയ ലോകത്തോട് വൈരാഗ്യവും പഴയ ലോകത്തോട് പ്രീതിയും വെക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ബുദ്ധിയിൽ പുതിയ വീട് മാത്രമായിരിക്കും ഓർമ്മയുണ്ടായിരിക്കുക. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളായി മാറിയെങ്കിൽ നിങ്ങൾക്ക് സ്മൃതി ഉണ്ടായിരിക്കണം, ബാബ നമുക്ക് വേണ്ടി പുതിയ ലോകം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. ആ പുതിയ ലോകത്തിന് അനേകം പേരുകളുണ്ട്. സത്യുഗം, ഹെവൻ, പാരഡൈസ്, വൈകുണ്ഠം. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ പഴയ ലോകത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പഴയ ലോകത്തിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ഇതിന്റെ പേര് തന്നെ നരകമെന്നാണ്. മുള്ളുകളുടെ കാട്, രൗരവ നരകം, കംസപുരി. ഇതിന്റെ അർത്ഥം പോലും ആർക്കും അറിയില്ല. കല്ലുബുദ്ധികളല്ലേ? ഭാരതത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. ബാബ പറയുകയാണ്, ഈ സമയം എല്ലാവരും കല്ലുബുദ്ധികളാണ്. സത്യുഗത്തിൽ എല്ലാവരും പവിഴബുദ്ധിയാണ്. എങ്ങനെയാണോ രാജാവും റാണിയും, അതുപോലെയാണ് പ്രജയും. ഇവിടെയാണെങ്കിൽ പ്രജകൾ തന്നെ ഭരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സ്റ്റാമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ ഓർമ്മ ഉണ്ടായിരിക്കണം, ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. പിന്നീട് 2ാം നമ്പറിൽ ഉയർന്നതാരാണ്? ഇവർ തന്റെ ധർമ്മത്തെ തന്നെ മറന്നുപോയിരിക്കുന്നു. തങ്ങളുടെ ദേവതകളെ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര അനാദരവാണ് ചെയ്യുന്നത്. ബാബ പറയുകയാണ്, എന്റെയും അനാദരവ്, എല്ലാവരുടെയും അനാദരവ്. വിഷ്ണു തന്നെയാണ് രാധയും കൃഷ്ണനും. കൃഷ്ണൻ ചെറിയ കുട്ടിയാകുമ്പോൾ മഹാത്മാവിനേക്കാളും ശ്രേഷ്ഠത ഉള്ളതായി പാടപ്പെടുന്നു. ഈ ബ്രഹ്മാവ് പിന്നീട് സന്യാസം ചെയ്യുന്നു. അദ്ദേഹം ചെറിയ കുട്ടിയാകുമ്പോൾ പവിത്രമാണ്. പാപത്തെക്കുറിച്ചൊന്നും അറിയുകയില്ല. ഉയർന്നതിലും ഉയർന്നത് ശിവബാബയാണ്. എന്നിട്ടും പാവങ്ങൾക്ക് പ്രജാപിതാ ബ്രഹ്മാവ് എവിടെയാണുണ്ടാവുക എന്നത് അറിയുകയില്ല. പ്രജാപിതാ ബ്രഹ്മാവിനെ ദേഹധാരിയായാണ് കാണിച്ചിരിക്കുന്നത്. അജ്മേറിൽ അദ്ദേഹത്തിന്റെ ക്ഷേത്രമുണ്ട്. ബ്രഹ്മാവിന് താടിയും മീശയുമെല്ലാം നൽകിയിരിക്കുന്നു. അതിനാൽ ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പ്രജാപിതാ ബ്രഹ്മാവ് സൂക്ഷ്മവതനത്തിൽ എങ്ങനെ വരും? അദ്ദേഹം ഇവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ സമയം ബ്രഹ്മാവിന് എത്ര സന്താനങ്ങളാണ്? എഴുതിയിട്ടുണ്ട്, ഇത്രയധികം ബ്രഹ്മകുമാർ കുമാരിമാരുണ്ടെങ്കിൽ തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവും ഉണ്ടാകും. ചൈതന്യത്തിലാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ചെയ്യും. എന്താ പ്രജാപിത ബ്രഹ്മാവ് കേവലം കുട്ടികൾക്ക് ജന്മം നൽകുക മാത്രമാണോ, അതോ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കേവലം ആദിദേവൻ, ബ്രഹ്മാവ്, ആദിദേവി, സരസ്വതി എന്നെല്ലാം പറയുന്നു. എന്നാൽ അവരുടെ പാർട്ട് എന്താണ് എന്ന് ആർക്കും അറിയുകയില്ല. രചയിതാവാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് പോയിട്ടുണ്ടാവും.
തീർച്ചയായും ബ്രാഹ്മണരെ ശിവബാബ ദത്തെടുത്തിരിക്കുകയാണ്. ഇല്ല എങ്കിൽ ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു? ഇത് പുതിയ കാര്യമല്ലേ? എപ്പോൾ വരെ ബാബ വരുന്നില്ലയോ അതുവരെ അറിയാൻ സാധിക്കില്ല. ആർക്കെന്ത് പാർട്ടാണോ അത് അഭിനയിക്കുന്നു. ബാബ കുട്ടികളെ രചിക്കുന്നു, പിന്നീട് പഠിപ്പിക്കുന്നു. അച്ഛൻ, ടീച്ചർ, ഗുരു മൂന്നുമാണ്. നിങ്ങൾ പഠിപ്പിക്കൂ എന്ന് ഒരിക്കലും മറ്റുള്ളവരോട് പറയുന്നില്ല. മറ്റാരുടെ പക്കലും ഈ ജ്ഞാനമില്ല. പരിധിയില്ലാത്ത ബാബ മാത്രമാണ് ജ്ഞാനത്തിന്റെ സാഗരൻ. അപ്പോൾ തീർച്ചയായും ജ്ഞാനം കേൾപ്പിക്കും. ബാബ തന്നെയാണ് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം നൽകിയത്. ഇപ്പോൾ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണുന്നു. കുട്ടികൾക്കുള്ളിൽ സന്തോഷമുണ്ട്. ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാബയെ ലഭിച്ചു കഴിഞ്ഞു. ബാബ പറയുകയാണ്, കുട്ടികളെ, നിങ്ങൾ 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് കാണും. കുട്ടികൾ പറയുന്നു, അതെ ബാബ, ഞങ്ങൾ അങ്ങയെ അനേകം പ്രാവശ്യം കാണുന്നുണ്ട്. അഥവാ നിങ്ങളെ ആരെങ്കിലും എത്ര തന്നെ അടിച്ചാലും പീഡിപ്പിച്ചാലും ഉള്ളിൽ ഈ സന്തോഷമുണ്ടാകുമല്ലോ. ശിവബാബയെ കാണുന്നതിന്റെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഓർമ്മയിലൂടെ എത്ര പാപമാണ് നശിക്കുന്നത്. അബലകളുടെയും ബന്ധിതകളുടെയും പാപങ്ങൾ കൂടുതൽ നശിക്കുന്നു. കാരണം അവർ ശിവബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നു. അധർമ്മമുണ്ടാകുമ്പോൾ ബുദ്ധി ശിവബാബയ്ക്ക് നേരെ പോകുന്നു. ശിവബാബ രക്ഷിക്കൂ. ഓർമ്മിക്കുന്നത് നല്ലതല്ലേ? ദിവസവും നല്ലവണ്ണം വിഷമതകൾ അനുഭവിക്കൂ. ശിവ് ബാബയെ ഓർമ്മിക്കും. ഇത് ശക്തിയല്ലേ? ഇങ്ങനെ അടിക്കുമ്പോൾ സമർപ്പണമായി മാറുന്നു. അടി കൊള്ളുമ്പോൾ ഓർമ്മിക്കുന്നു. പറയുന്നു, ഗംഗാജലം വായിലും ഗംഗാതീരത്തും. അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകണം. നിങ്ങൾക്കിപ്പോൾ അടി ലഭിക്കുന്നുവോ? അപ്പോൾ ബുദ്ധിയിൽ അല്ലാഹുവിനെയും സമ്പത്തിനെയും ഓർമ്മയുണ്ടോ? അത് മതി. ബാബ എന്ന് പറയുന്നതിലൂടെ തീർച്ചയായും സമ്പത്തും ഓർമ്മ വരും. അച്ഛൻ എന്ന് പറയുമ്പോൾ സമ്പത്ത് ഓർമ്മ വരാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ബാബയോടൊപ്പം സമ്പത്തും തീർച്ചയായും ഓർമ്മ വരും. നിങ്ങൾക്കും ശിവബാബയോടൊപ്പം തീർച്ചയായും സമ്പത്തും ഓർമ്മ വരും. അവരാണെങ്കിൽ നിങ്ങളെ വിഷത്തിന് വേണ്ടി, അതായത് വികാരത്തിന് വേണ്ടി അടി നൽകി ശിവബാബയുടെ ഓർമ്മ ഉണർത്തിക്കുന്നു. നിങ്ങൾ ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നു, പാപം ഇല്ലാതാകുന്നു. ഇതും ഡ്രാമയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗുപ്ത മംഗളമാണ്. എങ്ങനെയാണോ യുദ്ധം മംഗളകാരിയാണെന്ന് പറയപ്പെടുന്നത്, അപ്പോൾ ഈ അടിയും നല്ലതാകുമല്ലോ. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പ്രദർശിനി മേളയുടെ സേവനം വളരെ ശക്തമാണ്. നവനിർമ്മാണ പ്രദർശനിയോടൊപ്പം എഴുതൂ, സ്വർഗത്തിലേക്കുള്ള കവാടം, അതായത് ഗേറ്റ് വേ ടു ഹെവൻ. 2 അക്ഷരവും ഉണ്ടായിരിക്കണം. പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്, അതിന്റെ എക്സിബിഷൻ ആണെങ്കിൽ മനുഷ്യർ കേട്ട് സന്തോഷിക്കും. പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്, അതിനുവേണ്ടിയാണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. വന്ന് കാണൂ. ഗേറ്റ് വേ ടു ന്യൂ വേൾഡ്, അതായത് പുതിയ ലോകത്തിലേക്കുള്ള കവാടം. ഈ വാക്കുകളും നല്ലതാണ്. ഏതൊരു യുദ്ധമാണോ ഉള്ളത്, ഇതിലൂടെ ഗേറ്റ് തുറക്കുന്നു. ഭഗവാൻ വന്നെന്ന് ഗീതയിലുമുണ്ട്. വന്ന് രാജയോഗം പഠിപ്പിച്ചിരുന്നു. മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറിയെങ്കിൽ തീർച്ചയായും പുതിയ ലോകം സ്ഥാപിതമായിട്ടുണ്ടാകും. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകാൻ എത്രയധികം പരിശ്രമിക്കുന്നു. പ്രതലം തന്നെ പ്രതലമാണ് കാണുന്നത്. മനുഷ്യരെ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇത്രയുമാണ് കേൾപ്പിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ ശാന്തിയിലേക്ക് പോവുകയല്ലേ? അശരീരിയായി മാറുന്നു. അത് ശാന്തിയുടെ ലോകമാണ്. നിങ്ങൾ മരണം ആഗ്രഹിക്കുന്നുണ്ടോ?
ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടോ? മരണത്തിനു വേണ്ടി തന്നെയാണ് ബാബയെയും വിളിക്കുന്നത്. വന്ന് അങ്ങയോടൊപ്പം മുക്തി ജീവൻ മുക്തിയിലേക്ക് കൊണ്ടുപോകൂ. എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. പതിത പാവനൻ വരികയാണെങ്കിൽ നമ്മൾ കാലന്റെയും കാലനെ വിളിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ബാബ വന്ന് വരൂ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവിടെ പല കുട്ടികളുടെയും ബുദ്ധി ഉത്തരവാദിത്വത്തിന്റെ നേർക്ക് ഓടുകയാണ്. ഇന്നയാൾ രോഗിയാണ്, എന്ത് സംഭവിക്കുമോ എന്തോ. അനേക പ്രകാരത്തിലുള്ള സങ്കല്പം വരുന്നു. ബാബ പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ആത്മാവിന്റെ ബുദ്ധി ബാബയുടെയും സമ്പത്തിന്റെയും നേർക്ക് ആയിരിക്കണം. ആത്മാവ് തന്നെയല്ലേ ഓർമ്മിക്കുന്നത്. ആരുടെയെങ്കിലും കുട്ടി ലണ്ടനിലാണ്, അസുഖമാണെന്ന് വാർത്ത വന്നു എന്ന് കരുതുക. അത് മതി, ബുദ്ധി അങ്ങോട്ട് പോകും. പിന്നീട് ജ്ഞാനം ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല. ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബുദ്ധി അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആരുടെയെങ്കിലും പതിക്ക് രോഗം വന്നു, ഭാര്യ അസ്വസ്ഥമാകും, ബുദ്ധി പോകുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാം ചെയ്തുകൊണ്ടും ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അതും അഹോ സൗഭാഗ്യമാണ്. ഏതുപോലെയാണോ അവർ പതിയെ അല്ലെങ്കിൽ ഗുരുവിനെ ഓർമ്മിക്കുന്നത്, നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്തരുത്. ബാബയെ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അപ്പോൾ സേവനം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മ തന്നെ വരും. ബാബ പറയുകയാണ്, എന്റെ ഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ഇത് ആരാണ് പറഞ്ഞത്? ശിവബാബ. പരമപിത പരമാത്മാവ് പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അംഗീകരിക്കും. പുതിയതിൽ നിന്ന് പഴയത്, പഴയതിൽ നിന്ന് വീണ്ടും പുതിയതാകുന്നു. കേവലം സമയം കൂടുതൽ നൽകിയത് കാരണം മനുഷ്യർ ഘോര അന്ധകാരത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ ഉള്ളം കൈയിൽ സ്വർഗമാണ് ലഭിച്ചിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ആ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. ആകുമോ? ആഹാ, എന്തുകൊണ്ടാകില്ല? ശരി, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ഓർമ്മയിലൂടെ മാത്രമേ പാപം ഭസ്മമാകൂ. വികർമ്മങ്ങളുടെ ഭാരം ആത്മാവിലാണ്, ശരീരത്തിലല്ല എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. അഥവാ ശരീരത്തിലാണ് പാപഭാരമെങ്കിൽ ശരീരം കത്തിക്കുമ്പോൾ അതിനോടൊപ്പം പാപവും കത്തേണ്ടതല്ലേ? ആത്മാവ് അവിനാശിയാണ്, അതിൽ കേവലം കറ പിടിക്കുന്നു. അതിനെ ഇളക്കുന്നതിന് വേണ്ടി ബാബ ഒരേ ഒരു യുക്തിയാണ് പറഞ്ഞു തരുന്നത്. ഓർമ്മിക്കൂ, പതീതത്തിൽ നിന്ന് പാവനമാകുന്നതിന്റെ യുക്തി എത്ര നല്ലതാണ്. ക്ഷേത്രം ഉണ്ടാക്കുന്നവരും ശിവന്റെ പൂജ ചെയ്യുന്നവരും ഭക്തരാണല്ലോ. പൂജാരിയെ ഒരിക്കലും പൂജ്യനെന്ന് പറയാൻ സാധിക്കില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാബയെ ലഭിച്ചിരിക്കുകയാണ് എന്ന സന്തോഷത്തിലിരിക്കണം. ഓർമ്മയിലൂടെ മാത്രമേ പാപം നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏത് പരിതസ്ഥിതിയിലും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. തന്റെ സമയം ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്തരുത്. 2. ഈ പഴയ ലോകത്തു നിന്നും ബുദ്ധിയുടെ നങ്കൂരം വിടുവിക്കണം. ബാബ നമുക്ക് വേണ്ടി പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രൗരവ നരകം കംസപുരിയാണ്. നമ്മൾ വൈകുണ്ഠപുരിയിലേക്ക് പോകുന്നു. സദാ ഈ സ്മൃതിയിലിരിക്കണം. വരദാനം: വിഹംഗമാർഗ സേവനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന്റെ കാര്യം സമ്പന്നമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. വിഹംഗമാർഗത്തിലൂടെയുള്ള സേവനം ചെയ്യാനായി
രൂപ് ബസന്ത്, അതായത് ഓർമ്മയും ജ്ഞാനവും, ഇവയുടെ ബാലൻസ് ഉണ്ടാകണം. എങ്ങനെയാണോ ജ്ഞാനത്തിലൂടെയും ഓർമ്മയിലൂടെയും ഒരേ സമയം അനേകം ആത്മാക്കൾക്ക് സന്ദേശം നൽകാനുള്ള കാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓർമ്മയുടെ ബലത്തിലൂടെയും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ബലത്തിലൂടെയും തീവ്ര വേഗതയിലുള്ള സേവനം ചെയ്യാനാകും. ഇതിനായി പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കൂ. ഒപ്പമൊപ്പം സംഘടിത രൂപത്തിൽ ദൃഢസങ്കല്പത്തിലൂടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളും പഴയ പെരുമാറ്റങ്ങളുമാകുന്ന എള്ളിനെയും ധാന്യങ്ങളെയും യജ്ഞത്തിൽ സ്വാഹ ചെയ്യൂ. അപ്പോൾ വിശ്വപരിവർത്തനത്തിന്റെ കാര്യം സമ്പന്നമാകും, അഥവാ യജ്ഞത്തിന്റെ സമാപ്തി ഉണ്ടാകും. സ്ലോഗൻ: ബാലകനും ഒപ്പം യജമാനനുമാണെന്ന സ്മൃതിയുടെ ബാലൻസിലൂടെ പ്ലാനുകൾ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരൂ. അവ്യക്ത സൂചന: ആത്മീയ അന്തസ്സിന്റെയും പവിത്രതയുടെയും വ്യക്തിത്വത്തെ തന്റേതാക്കി മാറ്റൂ. ഈ ഈശ്വരീയ സേവനത്തിലെ ഏറ്റവും വലിയ ഗുണമാണ് പവിത്രത ദാനം നൽകുക എന്നത്. പവിത്രമാകുകയും പവിത്രമാക്കുകയും ചെയ്യുന്നതിനെയാണ് പുണ്യാത്മാവാകുക എന്ന് പറയുന്നത്. എന്തെന്നാൽ പവിത്രത ജീവദാനമാണ്. അതിലൂടെ ആത്മാക്കളെ ആത്മഹത്യ എന്ന മഹാപാപത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. അപവിത്രത ആത്മഹത്യയാണ്. ആരുടെയെങ്കിലും ദുഃഖമെടുത്ത് സുഖം നൽകുക എന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് പുണ്യാത്മാവായി മാറുന്നു. ഓം ശാന്തി.